ഉത്തരവ് സ്വീകാര്യമല്ലെന്ന് CJP. നിങ്ങൾ മനസ്സിലാക്കണേ, കോക്രോച്ച് ജനതാ പാർട്ടി പറയാണ് ഉത്തരവ് സ്വീകാര്യമല്ലാന്ന്. ഏതുത്തരവ്? ഏതുത്തരവ്? അമിത്ഷാന്റെ ഉത്തരവല്ല, നരേന്ദ്രമോദിയുടെ ഉത്തരവല്ല. സുപ്രീം കോടതി, നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം പറയുന്ന ഒരു കാര്യം സ്വീകാര്യമല്ല എന്ന് പറയുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. മനസ്സിലായില്ലേ? ഈ കോക്രോച്ച് ജനതാ പാർട്ടിനെ മഹത്വവൽക്കരിക്കുന്ന മാന്യ മഹാജനങ്ങളുടെ അറിവിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി പറയാണ് ഞങ്ങൾ സുപ്രീം കോടതി പറയുന്നത് ഞങ്ങൾക്ക് പുല്ലുവില, സുപ്രീം കോടതി പറഞ്ഞാലൊന്നും ഞങ്ങൾ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? രാജ്യത്തെ അട്ടിമറിക്കുക. അത് തന്നെ ഇവരുടെ ലക്ഷ്യം. ശ്രീലങ്കയിലെ പോലെ, നേപ്പാളിലെ പോലെ, ബംഗ്ലാദേശിലെ പോലെ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കണം, നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, എന്നിട്ട് ഈ കൂറകൾക്ക് അവിടെ കയറിയിരിക്കണം. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. നടക്കൂല മക്കളെ. വിട്ടോളി വണ്ടി എന്ന് പറഞ്ഞല്ലേ, വിട്ടോളി വണ്ടി എന്ന് പറഞ്ഞപ്പോ അവരുടെ ആ ആവശ്യം അപ്പോഴും കൈവിടുന്നില്ല. അതായത് കുറകളെ സുപ്രീം കോടതിയുടെ ഈ മാതിരിയുള്ള കണ്ണുരുട്ടൽ കണ്ട് ആകെ വിറച്ചിട്ട് പോലും കുറകൾക്ക് വേണ്ടിയിട്ട്, ജിഹാദികൾക്ക് വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കുകയാണ് ഈ പത്രം കേട്ടോ. ഉത്തരവ് സ്വീകാര്യമല്ലെന്ന് CJP അങ്ങനെ ഒരു നിലപാടുണ്ട് നമുക്ക് പറയാം. ഇത് തലക്കെട്ടിന്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഉത്തരവ് സ്വീകാര്യമല്ലെന്ന് CJP. കേസുകൾ റദ്ദാക്കിയില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭം. കേസുകൾ റദ്ദാക്കിയില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭം. പേടിപ്പിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങി ഇപ്പം വെറുതെ ഇവനെ കൈ എന്താ പറയാ മാങ്ങ പറിക്കാൻ പോയതല്ല എന്ന് പണ്ട് ഏതൊരു ദിലീപിന്റെ ചിത്രത്തിൽ പറഞ്ഞ പോലെ വരും. അമിത്ഷാ വരും കേട്ടാ. ഷൈൻ മോഹന്റെ വാർത്തയാണ്. ഈ വാർത്ത ബഹുരസാണ്. അതായത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം തുടരാൻ അനുമതി നൽകി സുപ്രീം കോടതി. ആർക്കും സംശയമില്ലല്ലോ, അന്വേഷണം തുടരാൻ സുപ്രീം കോടതി അനുമതി നൽകി. ഈ പത്രം തന്നെ ഇന്നലെ ഈ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ ഉറപ്പുകളൊക്കെ കാറ്റിൽ പറത്തി ഈ കോക്രോച്ചുകാരെ മുഴുവനും പിടിക്കാണെന്ന് പറഞ്ഞപ്പോൾ ആ പത്രം തന്നെ ഇന്ന് എഴുതുകയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ആവാം, കേസുകൾ എടുക്കാം. എന്നാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കരുത് എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. അവിടെയും കുത്തിത്തിരിപ്പ്. അറസ്റ്റ് ഒഴിവാക്കണമെന്നേ. ഏത് അറസ്റ്റാണ്? 18 വയസ്സിൽ താഴെയുള്ളവരെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഷൈൻ മോഹന്റെ വാർത്തയാണ്. ഇവർക്കൊന്നും ഒരു കാലത്ത് ഇവർ നന്നാവില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? എന്തിങ്ങനെ എഴുതി പോകുമ്പോ വാർത്ത തയ്യാറാക്കുമ്പോ, വാർത്ത ടൈപ്പ് ചെയ്യുകയോ എന്തെങ്കിലും അവിടെ വാർത്ത തയ്യാറാക്കുമ്പോൾ ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ മുഴുവൻ ജിഹാദികളെ രക്ഷിക്കണം, അല്ലെ, അക്രമികളെ രക്ഷിക്കണം. ഇന്ത്യക്കെതിരെ കലാപം നടത്തുന്നവരെ അവർക്കായിട്ടാണ് ഹൃദയം കൊടുത്തിരിക്കുകയാണ്. അതേസമയം അന്വേഷണം തുടരാൻ സുപ്രീം കോടതി അനുമതി നൽകിയതിൽ കോക്രോച്ച് ജനതാ പാർട്ടി കടുത്ത അതൃപ്തി അറിയിച്ചു. കടുത്ത അതൃപ്തി. ശരിക്കും കോക്രോച്ച് ജനതാ പാർട്ടിനെക്കാൾ അതൃപ്തി ഇവർക്കാണ്. പക്ഷെ അത് പറഞ്ഞൂടല്ലോ. ഇങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് തോന്നിയാസൊക്കെ ചെയ്യാം. കാരണം ആര് എന്ത് ഒന്നും അറിയില്ല. രജിസ്ട്രേഡ് രാഷ്ട്രീയ പാർട്ടി പോലും അല്ല. അവർക്ക് എന്ത് തോന്നിയാസവും കളിക്കാം. പക്ഷെ ഇതൊരു നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ്. അപ്പൊ അവർക്ക് കുറെ പരിമിതിയുണ്ട്. അതുകൊണ്ട് കുത്തിത്തിരിപ്പൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ BJP NDA സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രതിഷേധക്കാരെ വേട്ടയാടാൻ സുപ്രീം കോടതി ഉത്തരവിനെ ഉപയോഗിക്കുമെന്ന് CJP വക്താവ് സൗരവ് ദാസ് ആശങ്ക അറിയിച്ചു. പിന്നെ സുപ്രീം കോടതി ഉത്തരവ് പാലിക്കണ്ടോ സൗരവ് ദാസെ? നിങ്ങൾക്ക് ഈ സമരമൊക്കെ കഴിഞ്ഞിട്ട് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ഇങ്ങോട്ട് കുടിച്ചു കൂത്താടാം. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങൾ ചെയ്തോ. ഇതൊക്കെ പറയുമ്പോ ഈ പുതിയ ഇവരെ എന്താ പറയാ, ഇവരുടെ കോൺഗ്രസും തൂങ്ങി നടക്കുന്ന കുറെ എന്താ പറയാ ഇടതു ബുദ്ധിജീവികൾ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യമൊന്നുമില്ല, ഇതൊക്കെ പുതിയ ജൻസിയല്ലേ, അവര് ഒന്ന് ആഘോഷിക്കട്ടെ, ഇവിടെ പോയി ആഘോഷിക്കട്ടെ, പഞ്ചനക്ഷത്ര ഹോട്ടലിലൊക്കെ ആഘോഷിക്കട്ടെ, അതിനിപ്പോ എന്താ തകരാറ്? ഒരു തകരാറില്ല, നിങ്ങൾ ആഘോഷിച്ചോ. പക്ഷേ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞാലേ അനുസരിച്ചോളണം. വീണ്ടും പോയി കണ്ട അവിടെ ജന്തർ മന്തർ പോയി ഇരിക്കാൻ തുടങ്ങിയാലേ ഇരിക്കി അപ്പൊ അറിയാം കേട്ടോ. ശരി. ജൂലൈ 25 നടന്ന ചർച്ചകളിൽ കേന്ദ്രം ഉറപ്പ് നൽകിയ പ്രകാരം FIR-കൾ റദ്ദാക്കിയില്ലെങ്കിൽ വീണ്ടും രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുമെന്ന് CJP മുന്നറിയിപ്പ് നൽകി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കൂറകളുടെ പത്രം. അതായത് ഈ ഒരു സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിവരം കൊടുക്കുന്ന മുഖ്യ വാർത്തയിൽ പോലും ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ മാത്രം സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞു എന്ന് എഴുതിയിട്ട് ബാക്കി മുഴുവനും കൂറകൾ ഇതാ വീണ്ടും പ്രക്ഷോഭം തുടങ്ങാൻ പോകുന്നു, കൂറകളാകെ പ്രശ്നത്തിലാണ്, കൂറകൾക്ക് ഇവിടെ തോന്നിയാസം നടത്തണം, പക്ഷെ ആരും എന്ത് ചെയ്യാൻ പാടില്ല,
അവർക്കെതിരെ നടപടി എടുക്കാൻ പാടില്ല. അവര് പോലീസുകാരെ അടിക്കും, പോലീസുകാരുടെ തലമണ്ടടിച്ച് പൊട്ടിക്കും, മാധ്യമ പ്രവർത്തകരെ എന്താ പറയാ കയ്യേറ്റം ചെയ്യും, ഇവിടുത്തെ പൊതുമുതലുകളൊക്കെ നശിപ്പിക്കും. പക്ഷേ അവർക്കെതിരെ നടപടിയൊന്നും എടുക്കരുത്. ദേ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പിന്നെ സംഘർഷങ്ങളിൽ സ്വതന്ത്ര അന്വേഷണം നടത്താൻ സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ സമിതി ഉണ്ടാക്കുമെന്നും ബെഞ്ച് സൂചിപ്പിച്ചു. മനസ്സിലായില്ലേ? സംഘർഷങ്ങളിൽ സ്വതന്ത്ര അന്വേഷണം നടത്താൻ സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ സമിതി ഉണ്ടാക്കുമെന്നും ബെഞ്ച് സൂചിപ്പിച്ചു. സംഘർഷങ്ങളിൽ ഏത് സംഘർഷം? അവിടെ ഉണ്ടായ, അതായത് ഈ സമരക്കാർ, പ്രക്ഷോഭകരുടെ എന്താ പറയാ ഇടയിൽ നുഴഞ്ഞു കയറിയ ഈ അക്രമകാരികൾ നടത്തിയ എല്ലാ അതിക്രമങ്ങളും, അതിന്റെ കൂടെ നിങ്ങൾ പറഞ്ഞ മാതിരി പോലീസുകാർ അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും എല്ലാം അന്വേഷിക്കണം. പോലീസുകാര് അങ്ങോട്ടേക്ക് അതിക്രമം നടത്തിയിട്ടുണ്ടാകും, പോലീസുകാരെ തിരിച്ചു അതിക്രമം നടത്തിയിട്ടുണ്ടാകും. എല്ലാം അന്വേഷിക്കണം, എല്ലാം സ്വതന്ത്രമായി അന്വേഷിക്കുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഏതായാലും മാതൃഭൂമി ലേലുവല്ലു എന്ന് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പിന്റെ ഡോസ് ഒന്നാണ്ട് കുറച്ചു അല്ലെ, കുത്തിത്തിരിപ്പിന്റെ ഡോസ് കുറച്ച മാതൃഭൂമിയെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ശരി, ബാക്കി വിശേഷങ്ങൾ, ബാക്കി ഒരുപാട് വിശേഷങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.